സാം പിത്രോഡ ഓവർസീസ് ഇന്ത്യൻ കോൺഗ്രസിൻ്റെ നേതാവാണ്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്നത് എൻ്റെ വീട് പോലെയാണ്. അവിടെ വരുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് സ്വന്തം വീട്ടിലെത്തിയ പോലെയാണെന്നാണ്. ഇന്ത്യയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന കോൺഗ്രസ്സുകാരുടെ എണ്ണം വളരെ കുറവാണ്. അതായത് ഇന്ത്യ വീട് പോലെയാണെന്ന് ഈ സാം പിത്രോഡ എപ്പോഴെങ്കിലും പറയുമോ? ഇല്ലെങ്കിൽ എൻ്റെ മണ്ണിൽ വന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് അത്രയേറെ ആനന്ദം ഉണ്ടാകുന്നുണ്ട്, എൻ്റെ ഭാരതത്തെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാകാറുണ്ട് എന്ന് പറയാറുണ്ടോ? രാഹുൽ ഗാന്ധി ചോദിച്ച എത്ര വിമാനം വീണു എന്നാണ്. ഇന്ത്യയുടെ വിജയത്തെ പറ്റിയല്ല, കൊല്ലപ്പെട്ടവരുടെ അനുശോചിക്കാനല്ല. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഒക്കെ എപ്പോഴും ചിന്ത ഇന്ത്യ തകർന്നോ, ഇന്ത്യ സാമ്പത്തികമായി തകർന്ന രാജ്യമാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഈ പറയുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളൊക്കെ വിജയിച്ചില്ല, ഈ പറയുന്ന സ്വച്ഛ് ഭാരത് വിജയിച്ചില്ല എന്ന് ഒരു സദസ്സിൽ ഇരുന്ന് പറയുമ്പോൾ അല്ലാന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾ ഇരുന്ന് പറയുന്ന വീഡിയോകളിൽ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇന്ത്യ വിരുദ്ധതയുടെ വക്താക്കളായിട്ട് കോൺഗ്രസ് മാറുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ട് സാം പിത്രോഡ എന്ന് പറയുന്ന ആളിനെ നമുക്ക് കാണാൻ കഴിയും. സോണിയാഗാന്ധി കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഹിന്ദുവിലൊരു ലേഖനം എഴുതിയിരുന്നു. ഇന്ത്യ ആൻഡമാൻ നിക്കോബാറിൽ ആരംഭിക്കുന്ന സൈനിക താവളം വലിയ ഡിഫൻസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണത്, സൈനിക താവളം മാത്രമല്ല. അങ്ങനെ വരുന്നതിനെതിരെ എതിർക്കുക. അവിടെ പരിസ്ഥിതി പ്രശ്നമുണ്ട്, അതാണ് ഇതാണ്. അവിടുത്തെ 250 പേര് അവിടെ ആകെ താമസിക്കുന്നത്, അവർക്ക് പ്രശ്നം വരും. അവർ ഈ പറയുന്ന പ്രൊട്ടക്റ്റഡ് കമ്മ്യൂണിറ്റി അല്ല, അവിടുത്തെ നേറ്റീവ്സ് ആണ്, അത് വേറെ കാര്യം. പക്ഷേ എങ്കിലും ഈ പറയുന്ന നമ്മൾ ഈ അവിടുത്തെ ഐലൻഡ് ഉണ്ടല്ലോ, സെൻറ്റിനൽ ഐലൻഡ് പോലെ പ്രൊട്ടക്റ്റഡ് അല്ല. ഇന്ത്യ വികസിക്കരുത്, ഇന്ത്യ മലാക്ക സ്ട്രൈറ്റിലൊരു പ്രധാനപ്പെട്ട ശക്തിയാകരുത്, ഇതിനൊക്കെ ഒരു ഇന്ത്യ വിരുദ്ധതയുടെ സ്വഭാവം ഉണ്ടല്ലോ. അതെപ്പോഴും കോൺഗ്രസ് പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് രാജീവ് ഗാന്ധിക്ക് ശേഷം സോണിയ എറ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഒരു ഡീപ് സ്റ്റേറ്റ് സോണിയാഗാന്ധിയുടെ പിന്നിൽ നിൽക്കുന്നത് പോലും നമുക്ക് തോന്നും. ശരിക്കും കോൺഗ്രസ് അല്ലേ ദേശീയതയുടെ വക്താക്കളാകേണ്ടത്? അവരല്ലേ ദേശീയവാദം ശരിക്കും ഇന്ത്യയിൽ കൊണ്ടുവന്ന്? എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ അപഹാസ്യരായി തീരുന്നത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ചേർന്നതാണ്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയിട്ട് രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ളത്. പക്ഷേ പിന്നീട് അതിൻ്റെ പരിണാമ പ്രക്രിയയിൽ പല ഘട്ടങ്ങളിലും വലിയ തരത്തിലുള്ള അഴിമതിയിലേക്ക് കടന്നുപോയി. ആ അഴിമതിയാണ് അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് കാരണമായിത്തീരുന്നത്. പിന്നീട് നമ്മളിന്ന് സമകാലിക രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ BJP RSSും വളരെ ശക്തമായിട്ടുള്ള ദേശീയത എന്ന് പറഞ്ഞാൽ നാഷണലിസം എന്നതല്ല, അതിനപ്പുറത്ത് തീവ്ര ദേശീയതയുടെ വക്താക്കളായി മാറിത്തീരുകയും അവരുടെ ഒട്ടുമിക്ക പ്രവർത്തനങ്ങളും അതിൽ കേന്ദ്രീകരിച്ച് നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പല ഘടകങ്ങളും, പ്രത്യേകിച്ച് ഇപ്പോൾ സാം പിത്രോഡ പ്രതിനിധാനം ചെയ്യുന്ന ഓവർസീസ് ഇന്ത്യൻ കോൺഗ്രസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് എന്ന് പറയുന്ന ആ സംവിധാനം, അത് ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യക്കാരുടെ സംഘടന. ആ സംഘടനയൊക്കെ ഇവ ഓരോ വിഷയങ്ങൾ ഇടപെടുമ്പോൾ പലപ്പോഴും അതിനൊരുതരം ഒരു ഗ്ലോബൽ ക്യാരക്ടർ ചിലപ്പോൾ ഉണ്ടാകും, ആഗോള സ്വഭാവം ഉണ്ടാകാം. അങ്ങനെ ആഗോള സ്വഭാവം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് അവർ സംസാരിക്കുമ്പോൾ ഈ ഇന്ത്യൻ നാഷണാലിറ്റി അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്നത് ചുരുങ്ങിപ്പോവുകയും അതിനു മുകളിൽ ഈ വിശാല ആഗോള സംവിധാനം കടന്നു കയറുകയും ചെയ്യും. ഇത് പലപ്പോഴും അശ്രദ്ധയോടുകൂടി കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഫലമായി കോൺഗ്രസ് ദേശവിരുദ്ധരാണ് എന്ന് BJPയുടെ ആരോപണത്തിന് ശക്തി പ്രാപിക്കാനായിട്ട് കഴിയുന്നുണ്ട്. സാം പിത്രോഡ ഇപ്പോൾ മാത്രമല്ല, ഇതിക്ക് മുമ്പ് പല ഘട്ടങ്ങളിലും അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ ഇതേപോലെ വിവാദപരമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനോ ബംഗ്ലാദേശോ ഒക്കെ ചെന്നിറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പോലെയുള്ള ഒരു രാഷ്ട്രമാണ് എന്നാണ്. കാരണം അത് ഒരു പഴയ നമ്മുടെ ഒരു ഹാങ് ഓവറാണ്. ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു അഖണ്ഡ ഭാരതം ഉണ്ടായിരുന്ന സമയത്ത് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അത് പിന്നീടുണ്ടായ നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലുണ്ടായ ദ്വിരാഷ്ട്ര സങ്കല്പത്തിൻ്റെ ഫലമായിട്ട് കീറിപ്പിളരുകയും അങ്ങനെ ഇന്ത്യ വിഭജനം നടക്കുകയും 10,000-കണക്കിന് മനുഷ്യർ കശാപ്പ് ചെയ്യപ്പെടുകയും അവരുടെ കുടുംബങ്ങൾ അനാഥമാക്കപ്പെടുകയും ചെയ്യും. അതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ വളരെ കൂടുതലുണ്ട് എന്നുള്ളത് ശരിയാണ്. ആ സംഭവവികാസങ്ങൾക്ക് ശേഷം രൂപപ്പെട്ട ഒരു പുതിയ ദേശീയത, ആ ദേശീയതയിൽ ഇടപെടുന്ന സമയത്ത് പലപ്പോഴും ഈ പിത്രോഡയെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു ഗ്ലോബൽ ക്യാരക്ടർ പലപ്പോഴും വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശ്രദ്ധിക്കാതെ സംസാരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അവർ ദേശവിരുദ്ധർ എന്ന് പറയുന്ന ഒരു ലേബലിൽ പലപ്പോഴും എത്തിച്ചേരുന്നത്. ഇപ്പോൾ സോണിയാഗാന്ധി ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്ന ആ ദ്വീപ്, ഇത് നമ്മളിപ്പോൾ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇപ്പോൾ. മാത്രമല്ല അവിടെ നേറ്റീവ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ദ്വീപിൽ താമസിക്കുന്നതായിട്ടുള്ള അവിടുത്തെ ആദിവാസി വിഭാഗങ്ങൾ
എന്ന് പറയുന്നവരുടെ ജീവിതത്തെ ചിലപ്പോൾ ഈ പുതിയ കൺസ്ട്രക്ഷൻസൊക്കെ ബാധിച്ചേക്കാം. പക്ഷേ അതിന് പുനരധിവാസ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന് ആവശ്യമായ വലിയൊരു പ്രോജക്റ്റാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മൾ ആയുധ കച്ചവടത്തിലേക്ക് കൂടി ഇറങ്ങാൻ തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ട് ആയുധ നിർമ്മാണശാല പോലും യഥാർത്ഥത്തിൽ അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നതിൽ തരാറൊന്നുമില്ല. പക്ഷേ പറയുന്ന അഭിപ്രായങ്ങൾ അത് ആൻറ്റി നാഷണൽ ആകാതിരിക്കാൻ ഉള്ള ശ്രദ്ധ അവർ പങ്കുവെക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ എതിരാളികൾക്ക് അവർ ദേശവിരുദ്ധരാണ്, ഇവരും ദേശവിരുദ്ധരാണെന്ന് കാണുന്ന ഒരാളല്ലേ. പക്ഷേ അവരുടെ പ്രസ്താവനകൾ പലപ്പോഴും ദേശവിരുദ്ധതയ്ക്ക് ഉപയോഗിക്കപ്പെടാവുന്ന സഹായമുണ്ട്. കാരണം കുറച്ച് ദിവസം മുമ്പാണല്ലോ ട്രംപ് പറഞ്ഞത് ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞാൽ ഡെഡ് എക്കണോമി എന്നാണെന്ന് പറഞ്ഞ സമയത്ത് അത് ശരിയാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നുള്ളതാണ് അപകടം പിടിച്ചൊരു കാര്യം. അതൊരിക്കലും പറയരുത്. നമ്മൾ നമ്മുടെ രാഷ്ട്രത്തിൽ നിന്നിട്ട് രാഷ്ട്രത്തിൻ്റെ പല പ്രശ്നങ്ങളുടെയും വീഴ്ചകളുടെയും ഒക്കെ വിമർശനങ്ങൾ നടത്താം. പക്ഷേ പുറത്തു നിന്ന് ഒരാൾ വരുമ്പോൾ നമ്മൾ അയാളെ കയറി അടിക്കുകയാണ് ചെയ്യേണ്ടത്. ട്രംപിനെ അടിക്കേണ്ടതിന് പകരം ട്രംപ് പറഞ്ഞത് ശരിയാണ് എന്ന തരത്തിൽ സംസാരിച്ചത് രാഹുൽ ഗാന്ധിക്ക് വിനയായി, രാഷ്ട്രീയമായി എന്നാണ് ഞാൻ മനസ്സിലായത്. ആ ഒരു നിലപാടിൽ നിന്ന് പിന്നാക്കം പോകുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ്? ഈ പറയുന്ന രാജ്യത്തെ ദേശീയബോധം പകർന്ന പ്രസ്ഥാനം അതിൻ്റെ എല്ലാ മൂല്യങ്ങളിൽ നിന്നും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതായത് ഇങ്ങനൊരു അപജയത്തിലേക്ക് കോൺഗ്രസ് പോകും. അപ്പോൾ എനിക്കൊന്നും ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന മുദ്രാവാക്യത്തോട് വലിയ യോജിപ്പില്ല. കോൺഗ്രസ് മുക്തമായി കഴിഞ്ഞാൽ കോൺഗ്രസ് മുക്ത ഭാരതമായി കഴിഞ്ഞാൽ പിന്നെ എന്താ അവിടുത്തെ വൈവിധ്യങ്ങൾ പോലും നഷ്ടപ്പെട്ടില്ലേ? ആ ഒരു വൈവിധ്യം പോലും അത് പറയുന്ന രാഷ്ട്രീയ അഭിപ്രായ വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഇന്ത്യ ആവുന്നത്. ഈ പറയുന്ന മാഷ് നേരത്തെ പറഞ്ഞില്ലേ അഖണ്ഡ ഭാരതം ബ്രിട്ടീഷ് കാലത്ത് അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മോഹൻ ഭാഗവത് RSSൻ്റെ മേധാവി പറഞ്ഞു ഇന്ത്യയിൽ എല്ലാ കാലത്തും ഇന്ത്യക്കകത്ത് പോലും അതിരുകളുണ്ടായിരുന്നു, അതിർത്തികളുണ്ടായിരുന്നു. അഖണ്ഡ ഭാരതം എന്നുകൊണ്ട് അതിന് അതിർത്തികളുണ്ടായിരുന്നു. പക്ഷേ ഇന്നുള്ളതുപോലെ ആ അതിർത്തികൾക്കപ്പുറത്തേക്ക് കടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യം അന്നില്ലായിരുന്നു. 500 രാജ്യങ്ങളായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. ആ പറയുന്ന രാജ്യങ്ങൾക്ക് അകത്തുകൂടി കടന്നു പോകാൻ എല്ലാവർക്കും സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. ഇന്നത് സാധിക്കുന്നില്ല എന്നുള്ളത്. അതിൽ നിന്നൊരു മോചനം ഉണ്ടായാൽ തന്നെ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന സ്വപ്നം പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു സ്വപ്നം പോലും കോൺഗ്രസിനില്ല. കോൺഗ്രസ് ഇന്ത്യയെ ഒരു ദേശീയതയുടെ അടിസ്ഥാനത്തിൽ കാണുന്നില്ല. ദേശീയ ബോധത്തിൽ നിന്ന് ഒരുപാട് പിന്നാക്കം പോയിരിക്കുന്നു. അതാണ് BJP വളർത്തിയത്. കോൺഗ്രസ് തീവ്ര ദേശീയ നിലപാടെടുത്തിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും അവർക്ക് താഴെ പോകേണ്ടി വരുമായിരുന്നു. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് പഴയ കാലത്തുള്ള വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വളരെ കുറവാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ സമഗ്രമായിട്ടുള്ള പുരോഗതിയുടെയും വികാസത്തിൻ്റെയും ഒരു ചാലകശക്തിയായി ഒരു ഡൈനാമിക് ഫോഴ്സായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യ സമരം നടക്കുന്നൊരു കാലം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇന്നാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി. കോൺഗ്രസ് മാത്രമല്ല, മഹാത്മാഗാന്ധിയുടെ ഈ അഹിംസാ സിദ്ധാന്തത്തിലുള്ള രാഷ്ട്രീയവും മാത്രമായിരുന്നില്ല അന്ന് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഭഗത് സിംഗിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും അതേപോലെ മറ്റ് അനവധി തീവ്രമായിട്ട് സ്വാതന്ത്ര്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്നത് സമഗ്രമായ തലത്തിൽ ഇന്ത്യയുടെ മഹത്തായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമായി പാകപ്പെടുന്നത്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന രാഷ്ട്രീയത്തിന് വലിയൊരു വിശാലത ഉണ്ടായിരുന്നു. ശരി, അതെല്ലാം നഷ്ടപ്പെട്ട് ഇന്ന് നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ അത് വളരെ സങ്കുചിതമായി മാറുകയാണ്. ഈ സങ്കുചിത രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ മുന്നോട്ട് പോക്കിന് ഒക്കെ തടസ്സമായിട്ട് വരികയും പലയിടങ്ങളിലും സെഗ്രിഗേറ്റഡ് സൊസൈറ്റീസായിട്ട് നമ്മുടെ സമൂഹം മാറിത്തീരുകയും ചെയ്യുന്നു. അത് മാറണം എന്നുവെച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും RSSും അതേപോലെ BJPയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒക്കെ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കാണുന്ന തലത്തിലേക്ക് മാറും. നമുക്കതിന് പറ്റുന്ന തരത്തിലുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇല്ല, ശരിക്കും പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ് ഇല്ല. നേരത്തെ പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ് നമ്മുടെ വലിയ സംഭാവനയായിരുന്നു. നമ്മുടെ മാത്രമല്ല, ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളിലും അങ്ങനെ പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോ രാഷ്ട്രത്തിൻ്റെയും രാഷ്ട്രീയ സ്വഭാവ രൂപീകരണത്തിൽ അത്തരത്തിലുള്ള തത്വചിന്തകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കാൻ ഏതാണ്ട് പ്രായോഗികമായ രാഷ്ട്രീയം, പ്രാക്സിക്കൽ, അത് മാത്രമുള്ള തലത്തിലേക്ക് നമ്മളുടെ സംവിധാനങ്ങൾ മാറി. ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തെ നേട്ടം മാത്രം രാഷ്ട്രീയ പാർട്ടികൾ കാഴ്ചവെക്കുന്ന കാഴ്ചയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അത് മാറണം. അത് മാറിയാൽ മാത്രമാണ് നമ്മൾ ഒരു വിശാലമായിട്ടുള്ള ഒരു ഇന്ത്യ സങ്കല്പവും ആ സങ്കല്പത്തിനകത്ത് നിന്നിട്ടുള്ള ദേശീയ ബോധവുമൊക്കെ നമ്മളെ സഹായിക്കുള്ളൂ. തീവ്രദേശീയതയും അപകടകരമായിട്ടുള്ള കാര്യമാണ്. തീവ്രദേശീയതയൊക്കെ
വരുന്ന സമയത്ത് അത് ഉയർത്തുന്ന സെപ്പറേറ്റിസം ഉണ്ട്. ആ സെപ്പറേറ്റിസം ഈ മൾട്ടി കൾച്ചേർഡ് ആയിട്ടുള്ള മൾട്ടി റിലീജിയസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നത് ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേശീയതയുടെ കൃത്യമായ ബോധം പുലർത്തുന്ന ഏക വിഭാഗം ഈ പറയുന്ന അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു പൊളിറ്റിക്സ് കൊണ്ടുവരുന്നത് RSS ഒക്കെ ഫോം ചെയ്ത് വിട്ട BJPയുടെ മുൻനിരയിലുള്ള ആൾക്കാർ മാത്രമാണ്. അവർക്കാണ് ഒരു കമ്മിറ്റ്മെൻറ്റ് പൊളിറ്റിക്സ് ഉള്ളത്. കുടുംബം പോലും വേണ്ട എന്ന് വെച്ച് ത്യാഗനിർഭരമായിട്ട് ദേശപ്രേമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. അങ്ങനെ ശരിക്കും പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസ് അല്ലേ പണ്ട് കാലത്ത്? അതെ, ഓരോ കാലത്തും നമ്മുടെ സമൂഹത്തിനകത്ത് ഈ കുടുംബം, പഴയകാലത്തെ രാഷ്ട്രീയ പ്രവർത്തകരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിന് വേണ്ടി സമർപ്പിതമായ ജീവിതം നൽകിയിരുന്നവരാണ്. അപ്പോൾ അവരുടെ കമ്മിറ്റ്മെൻറ്റ് വളരെ കൂടുതലാണ്. ഇന്ന് അത്തരത്തിലുള്ള കമ്മിറ്റഡ് പൊളിറ്റീഷ്യൻസ് വളരെ കുറവാണ്. അങ്ങനെ കുറവാകുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഓരോരുത്തരും പൊളിറ്റിക്സിൽ തന്നെ ഇടുന്ന തനിക്കെന്ത് നേടാം, എന്ത് പറിച്ചെടുക്കാം, ഇങ്ങനെ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ തലത്തിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം മാറിയതിൻ്റെ വലിയ ഒരു പ്രശ്നം ഇന്ന് നമ്മുടെ രാഷ്ട്രം നേരിടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ നിന്നൊക്കെ മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകണം. സാമ്പിത്രോടെയൊക്കെ എനിക്ക് തോന്നുന്നു പുറത്ത് നിന്നിട്ട് ഓവർസീസ് പൗരൻ എന്ന നിലയ്ക്ക് ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന് തോന്നുന്നത്. നമുക്കിതിനകത്ത് നിൽക്കുമ്പോൾ അങ്ങനെ തോന്നണം എന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.